2 തിരുവചന ഭാഗങ്ങൾ വായിപ്പാനായിട്ട് താല്പര്യപ്പെടുകയാണ്. 2 തിരുവചന ഭാഗങ്ങൾ. ഒന്ന് യോശുവയുടെ പുസ്തകം 15-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം. യോശുവയുടെ പുസ്തകം 15-ന്റെ 19-ാമത്തെ വാക്യം വളരെ പരിചിതമായ ഒരു വാക്യമാണ്. വായിക്കുന്നു: എനിക്ക് ഒരു അനുഗ്രഹം തരയണം, നീ എന്നെ തെക്കേ ദേശത്തിലേക്കല്ലോ കൊടുത്തിരിക്കുന്നത്, നീരുറവുകളെയും കൂടെ എനിക്ക് തരയണമെന്ന് അവൾ ഉത്തരം പറഞ്ഞു. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ 1:15. 2 കൊരിന്ത്യർ ചാപ്റ്റർ 1 വേഴ്സ് 15. ഇങ്ങനെ ഉറച്ചിട്ട് നിങ്ങൾക്ക് രണ്ടാമത് ഒരു അനുഗ്രഹം ഉണ്ടാകണം എന്ന് വെച്ചു എന്ന് നമ്മളവിടെ വായിക്കുന്നു. 2 കാര്യങ്ങളിലും വാക്യത്തിലും കണ്ട പ്രധാനപ്പെട്ട വിഷയം മറ്റൊന്നുമല്ല, ആ ഒരു അനുഗ്രഹത്തെ കുറിച്ചാണ് പറയുന്നത്. ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന മറ്റൊന്നുമല്ല, നമ്മൾ പ്രാർത്ഥിച്ചൊന്ന് നേടാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ജീവിതത്തിനൊരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടുന്നത് ഒരേ ഒരു കാര്യം മതി. ഒരേ ഒരു കാര്യത്തിൽ നമ്മൾ അപേക്ഷിച്ചു കഴിഞ്ഞാൽ ലഭിക്കാൻ പോകുന്നത് ഒരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിൽ എല്ലാം ലഭിക്കുമെന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങളൊന്നും പറയാതെ ഈ ആണ്ടിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരു വിഷയമുണ്ട്. ആ വിഷയം മറ്റൊന്നുമല്ല, ഒരു അനുഗ്രഹം കൂടെ എനിക്ക് വേണം. ദൈവം നമ്മെ ഇത്രത്തോളം അനുഗ്രഹിച്ചല്ലേ നടത്തിയത്. ധാരാളം നന്മകൾ നൽകി വേണ്ടുന്ന വിധത്തിലെല്ലാം ദൈവം ഇതുവരെ നടത്തിയതും അനുഗ്രഹത്താല. എന്നാൽ അങ്ങനെയല്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഇങ്ങനെ ഉറച്ചിട്ട് നിങ്ങൾക്ക് രണ്ടാമതൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു അനുഗ്രഹം കൊണ്ട് തീരുന്നതല്ല. ഇനിയുള്ള ഈ ആണ്ടിൽ കർത്താവ് കഴിഞ്ഞ ആണ്ടിൽ ലഭിച്ച അനുഗ്രഹം പോരാ, എനിക്ക് ഒരു അനുഗ്രഹം കൂടെ വേണമെന്ന് ചിന്തിക്കുവാൻ കഴിയുന്ന ദൈവമക്കൾ ഇന്ന് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ നിശ്ചയമായും നമ്മെ ദൈവം അനുഗ്രഹിക്കാൻ പോവുകയാണ്. കാരണം ഒരു അനുഗ്രഹം ലഭിച്ചാൽ അതിലൂടെ എല്ലാം ലഭിക്കുമെന്ന് മനസ്സിലാക്കുന്ന ദൈവമക്കൾ ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങൾ പറയില്ല. അതേ അല്പം മതി, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞതുപോലെ ഒന്ന് മതി. നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തിൽ ഈ ഒരു ഒറ്റ കാര്യം സാധിച്ചാൽ മതി. ദൈവത്തിന്റെ ഒരു അനുഗ്രഹം, ഇന്ന് രണ്ടാമതൊരു അനുഗ്രഹം കൂടെ, ഇതുവരെ അനുഭവിച്ച അനുഗ്രഹം കൂടാതെ ഒരു അനുഗ്രഹം കൂടെ ലഭിച്ചാൽ, അനുഗ്രഹത്തിന്റെ ലെവലിലേക്ക് നമ്മളൊന്ന് മാറ്റപ്പെട്ടാൽ നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരാൻ പോവുകയാണ്. നമ്മുടെ കുടുംബത്തിന്റെ അന്തരീക്ഷം മാറാൻ പോവുകയാണ്. നമ്മുടെ ആത്മീക ലെവലുകൾ മാറാൻ പോവുകയാണ്. സഭയുടെ അന്തരീക്ഷം മാറാൻ പോവുകയാണ്. സഭയുടെ ആത്മീക അതിരുകൾ വിശാലമാകാൻ പോവുകയാണ്. എണ്ണത്തിലെ പെരുക്കം ഉണ്ടാകാൻ പോവുകയാണ്. ഇതിന്റെ എല്ലാം പിന്നിൽ വർക്ക് ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല, ഒരു സ്വർഗീയ അനുഗ്രഹം. എത്ര പേർ ആഗ്രഹിക്കുന്നു? ചേർന്ന് ദൈവത്തെ ഒന്ന് ബോധ്യപ്പെടുത്തിയാട്ടെ. ഒരു സ്വർഗീയ അനുഗ്രഹം എനിക്ക് വേണം, ഒരു സ്വർഗീയ അനുഗ്രഹം എനിക്ക് വേണം എന്ന് പറഞ്ഞ് നമ്മൾ ദൈവത്തിന് പ്രാർത്ഥിക്കണം. കാരണം ഇത് സാധാരണ അനുഗ്രഹമല്ല. സ്വർഗീയ അനുഗ്രഹവും സാധാരണ അനുഗ്രഹവും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. സാധാരണ അനുഗ്രഹത്തിന്റെ ഒരു 4 പോരായ്മ ആദ്യം ഞാൻ പറഞ്ഞിട്ട് സ്വർഗീയ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കാം. എന്താണ് സാധാരണ അനുഗ്രഹത്തിന്റെ പ്രതിബന്ധം എന്ന് പറഞ്ഞേക്കാം. യാക്കോബ് തന്റെ മകനായ ഏശാവിനെ അനുഗ്രഹിക്കാനായിട്ട് ആഗ്രഹിച്ചു. ഇസ്ഹാക്ക് തന്റെ മക്കളായ യാക്കോബിനെയും ഏശാവിനെയും സ്നേഹിച്ചിരുന്നു. എന്നാൽ ഏശാവിനെ അധികം സ്നേഹിച്ചുകൊണ്ട് ഏശാവിനെ അനുഗ്രഹിക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ യാക്കോബ് ഉപായത്തോടെ വന്ന് ഏശാവിന് കൊടുക്കേണ്ട അനുഗ്രഹം തട്ടിയെടുത്ത കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. ആ ഭാഗത്ത് അപ്പൻ മകനെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അവിടെ ഒരു 4 പോരായ്മകൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ഞാനത് വാക്യത്തിലൂടെ ഒന്ന് പ്രത്യേകം പറഞ്ഞ് ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഉൽപ്പത്തി പുസ്തകം 27-35 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. ഉൽപ്പത്തി 27-35. അതിന് അവൻ, നിന്റെ സഹോദരൻ ഉപായത്തോടെ വന്ന് നിന്റെ അനുഗ്രഹം അപഹരിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു. ഈ ലോകപ്രകാരമുള്ള അനുഗ്രഹം നിലനിൽക്കുന്നതല്ല, അത് മോഷ്ടിക്കപ്പെടുന്നതാണ്, അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നതാണ് ഈ ലോകപ്രകാരമുള്ള അനുഗ്രഹം. അങ്ങനെയുള്ള ഒരു അനുഗ്രഹത്തിന് വേണ്ടിയല്ല ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ദൈവിക അനുഗ്രഹം വളരെ വ്യത്യസ്തമാണ്. ദൈവിക അനുഗ്രഹം മറ്റൊരാൾക്ക് തട്ടിയെടുക്കാൻ കഴിയുന്നതല്ല, അത് ഇൻഡിവിജ്വലായി ലഭിക്കുന്ന അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. അപ്പൊ ഈ ലോകപ്രകാരമുള്ള അനുഗ്രഹമാണെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകാം, അത് അപകരിച്ചു പോകാം, അത് നമ്മൾ കുറച്ചു കാലമേ നിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ താൽക്കാലികമായി മാറാനുള്ള സാധ്യത കൂടുതലാണ്. അതിന് ഇടം കൊടുക്കാതെ ഒരു ദൈവിക അനുഗ്രഹമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിശ്ചയമായും ദൈവിക അനുഗ്രഹം പ്രാപിച്ചിട്ടേ ഇന്ന് ഈ പ്രാർത്ഥന കഴിഞ്ഞ് നമ്മൾ കടന്നു പോവുകയുള്ളൂ. 27-38 വായിക്കുന്ന ഇങ്ങനെയാണ്. ഏശാവ് പിതാവിനോട്, നിനക്ക് ഒരു അനുഗ്രഹം മാത്രമേ ഉള്ളുവോ അപ്പാ എന്ന് ചോദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ലോകപ്രകാരമുള്ള അനുഗ്രഹത്തിനൊക്കെ ലിമിറ്റ് ഉണ്ട്. ഒരു അനുഗ്രഹമേ ഉള്ളൂ. ഒന്ന് അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നീട് അനുഗ്രഹിക്കാനില്ല. അപ്പൻ മകനെ അനുഗ്രഹിക്കുകയാണെങ്കിലും അപ്പൻ മകനെ അനുഗ്രഹിച്ചു, പിന്നെ കുറെ അനുഗ്രഹിക്കാനൊന്നുമില്ല, ഒരു അനുഗ്രഹമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അതിലേറെ നന്മകൾ ലഭിക്കാനില്ല എന്ന് കാണാൻ കഴിയും. ലിമിറ്റഡ് ആണ് ഈ ലോകപ്രകാരമുള്ള അനുഗ്രഹം. എന്നാൽ സ്വർഗീയ പിതാവിന്റെ അനുഗ്രഹത്തിന് ഒരു ലിമിറ്റുമില്ല. അത് ഞാൻ വാക്യങ്ങൾ പിന്നീട് ഞാൻ വായിക്കുമ്പോൾ നമുക്കതൊന്നും കൂടെ വ്യക്തമാകുന്നതാണ്. അപ്പോൾ ദൈവിക അനുഗ്രഹമാണ് നമുക്ക് ആവശ്യം. ലോകപ്രകാരമുള്ള അനുഗ്രഹത്തിന് ലിമിറ്റ് ഉണ്ട്, അത് നഷ്ടപ്പെടുന്നതാണ്. 22-41 വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു. തന്റെ അപ്പൻ യാക്കോബിനെ അനുഗ്രഹിച്ച
അനുഗ്രഹം നിമിത്തം ഏശാവ് അവനെ ദേഷിച്ചു. അപ്പൊ അനുഗ്രഹം നിമിത്തം പ്രതിസന്ധി വരുന്നതായിട്ടാണ് കാണുന്നത്. യാക്കോബിന് അനുഗ്രഹം കിട്ടി, പക്ഷെ ലോകപ്രകാരമുള്ള അനുഗ്രഹം കൊണ്ട് നന്മയ്ക്ക് പകരം തിന്മ ഭവിക്കുന്നു. അപ്പൻ എന്തെങ്കിലും മരിച്ചാൽ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞ് ഏശാവ് തീരുമാനം എടുക്കുന്നതൊക്കെ നമ്മൾ കാണുന്നത്. അപ്പൊ നോക്കി, വളരെ മരണഭീതിയിലേക്ക് പോകുന്നു. ഒരു സ്വസ്ഥത കിട്ടാതെ, സമാധാനം കിട്ടാതെ, ഈ ലോകപ്രകാരമുള്ള അനുഗ്രഹം കൊണ്ട് അത് നിലനിൽക്കുന്നതല്ല, അത് അപഹരിക്കപ്പെടാവുന്നതാണ്, ലിമിറ്റഡ് ആണ്. അതുമൂലം ദോഷങ്ങൾ തന്നെ വരാൻ സാധ്യതയുണ്ട്. അനുഗ്രഹത്തിന്റെ നന്മ അനുഭവിക്കുന്നതിന് പകരം ആ അനുഗ്രഹം നിമിത്തം ചില ദോഷങ്ങൾ, ചില വിദ്വേഷങ്ങൾ, ചില പകകൾ, ചില പ്രതികൂലങ്ങൾ, മരണ ഭീഷണികൾ, വെല്ലുവിളികൾ നേരിടേണ്ടതായി വന്നേക്കാം. അതാണ് ലോകപ്രകാരമുള്ള അനുഗ്രഹത്തിന്റെ മറ്റൊരു കുഴപ്പം. നാലാമത്തെ കാര്യം ഞാൻ പറയാം. ഹെബ്രായ ലേഖനം 12:17 ഇങ്ങനെ വായിക്കുന്നു: അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിക്കാൻ ആഗ്രഹിച്ച് കണ്ണുനീരോടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു. എന്ന് പറഞ്ഞാൽ അനുഗ്രഹം ലഭിക്കണമെന്ന് വിചാരിച്ചാൽ പോലും ചിലപ്പോൾ ലഭിച്ചു എന്ന് വരില്ല. ലോകപ്രകാരമുള്ള അനുഗ്രഹം നമുക്ക് ലഭിക്കണമെന്ന് വിചാരിച്ചാലും സമയം കഴിഞ്ഞാൽ അത് ലഭിക്കാതെ പോകും. സമയപരിധിയുണ്ട്, എന്നും നമുക്ക് ലഭിക്കില്ല. ഇപ്പോൾ അപേക്ഷിക്കേണ്ട സമയമുണ്ട്, ഒരു ആപ്ലിക്കേഷൻ വിളിക്കുന്ന ഒരു സമയമുണ്ട്. ആപ്ലിക്കേഷൻ വിളിക്കുന്ന സമയത്ത് ആപ്ലിക്കേഷൻ അയച്ചെങ്കിൽ മാത്രമേ ജോലി കിട്ടുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ലോകത്തിന്റെ അനുഗ്രഹത്തിന്റെ ഈ വിധത്തിലുള്ള പ്രതിബന്ധങ്ങൾ നിൽക്കുകയാണ്. എന്നാൽ ദൈവിക അനുഗ്രഹങ്ങൾ അങ്ങനെയല്ല. ദൈവിക അനുഗ്രഹത്തിന് ഒരു അനുഗ്രഹം മാത്രമല്ല, നിരവധി അനുഗ്രഹങ്ങളുണ്ട്. എന്താ തെളിവ്? മലാക്കിയിലെ പ്രവചന പുസ്തകം 3-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. മലാക്കി 3:10: ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ എന്ന് പറഞ്ഞാൽ സ്വർഗീയ അനുഗ്രഹം, ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് നൽകുന്ന അനുഗ്രഹങ്ങൾ, അതാണ് സ്വർഗീയ അനുഗ്രഹം. ആ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അത് അല്പാൽപ്പം വരുന്നതല്ല, പെയ്തിറങ്ങുന്ന മഴ പോലെ അത് പകരപ്പെടുകയാണ്. സ്ഥലം പോരാതെ വണ്ണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അനുഗ്രഹങ്ങൾ കൂട്ടിവെക്കാൻ ഇടമില്ലാത്ത വിധം അത്രമാത്രം ഹ്യൂജായിട്ട്, അല്ലെങ്കിൽ അത്രമാത്രം ധാരാളമായിട്ടുള്ള അനുഗ്രഹമാണ് സ്വർഗീയ അനുഗ്രഹം. അതുകൊണ്ട് ലിമിറ്റ് ഇല്ലാത്ത അനുഗ്രഹം നിലനിൽക്കുന്നത് കൊണ്ട് ദൈവമക്കളെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. നമുക്ക് അനുഗ്രഹം കിട്ടിയേ പറ്റുള്ളൂ. ഒരു അനുഗ്രഹം കൂടെ വേണം. അക്ഷ പറയുന്നത്, കാലേവിനോട് പറയുന്നത്, എൻ്റെ അപ്പനായ കാലേവിനോട് പറയുന്നത്, അനുഗ്രഹമൊക്കെ തന്ന എന്നെ കെട്ടിച്ചു വിട്ടത്. എന്നാൽ ഒരു കാര്യം ഇപ്പൊ വന്നപ്പോ പറയുമ്പോ എനിക്കൊരു ആവശ്യം വന്നിരിക്കുക. കാരണം ഒരു അനുഗ്രഹം ലഭിക്കാതെ എനിക്ക് തുടർന്ന് എൻ്റെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കുടുംബജീവിതത്തിന്, തുടർന്നുള്ള എൻ്റെ ജീവിതത്തിന്, ആ തെക്കേ ദേശത്തുള്ള എൻ്റെ താമസത്തിന് എനിക്കൊരു അനുഗ്രഹം വേണമെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ആ അനുഗ്രഹം മറ്റൊന്നുമല്ല, നീരുറവുകളുടെ ഒരു അനുഗ്രഹം വേണം. അവൾ അപേക്ഷിച്ചു. കാലേബ് അവൾക്ക് മേലുറവുകളെയും കീഴുറവുകളെയും കൊടുത്തു. ഉയരത്തുനിന്നുള്ള ഉറവയും ഈ ഭൂമിയിൽ നിന്നുള്ള ചില നന്മകളുടെ ഉറവുകളും എൻ്റെ ദൈവം തുറക്കാൻ വിശ്വസ്തനാണ്. ഇന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? കർത്താവേ, എൻ്റെ കുടുംബത്തിന് ആവശ്യമായ ഒരു ഉറവയെ തുറക്കണമേ, അത് സ്വർഗത്തിൽ നിന്ന് തുറക്കണമേ, സ്വർഗത്തിൽ നിന്ന് മേലുറവയായിട്ട്, മേലിൽ നിന്ന് വരുന്ന ഉറവയായി അതൊന്ന് തുറക്കണമേ. അതുപോലെ തന്നെ ഈ ഭൂമിയിൽ എനിക്ക് ലഭിക്കേണ്ട ചില നന്മകൾ അത് തടയപ്പെടാതെ അതും എനിക്ക് തുറന്നു തരണം. നന്മയുടെ ഉറവ തുറന്നു തരുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ആ ദൈവത്തോടാണ് നമ്മൾ പറയേണ്ടത്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്, രണ്ടാമതൊരു അനുഗ്രഹം കൂടെ നിങ്ങൾക്ക് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോസ്തലൻ ആഗ്രഹിക്കുന്നത്, ഇന്നൊരു ദൈവദാസൻ എന്ന നിലയിൽ ദൈവസഭയെക്കുറിച്ചുള്ള ഭാരത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എന്നെ ഓർമ്മപ്പെടുത്തിയത്, ദൈവസഭയ്ക്ക് ഒരു അനുഗ്രഹം കൂടെ വേണം. കഴിഞ്ഞ നാളുകളിൽ അനുഗ്രഹം പോരാ, ഇതുവരെ ദൈവം നമ്മെ അനുഗ്രഹിച്ചു. ആരുടെ മുന്നിൽ ലജ്ജിച്ചു പോകാതെ അഭിമാനത്തോടെ നമ്മൾ പറയും നമ്മുടെ സഭ അനുഗ്രഹിക്കപ്പെട്ട സഭയാണെന്ന്. അത് പറയുവാൻ തൊക്കെ ദൈവം നമ്മെ ശക്തീകരിച്ചു. എന്നാൽ എൻ്റെ കർത്താവിനെ ഓർമ്മപ്പെടുത്തി ഒരു അനുഗ്രഹം കൂടെ തരാൻ പോകുക. രണ്ടാമത് എൻ്റെ ദൈവം അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമതൊന്ന് അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ആ അനുഗ്രഹം ഏറ്റുവാങ്ങുവാൻ എത്ര പേർ തയ്യാറുണ്ട്? ഹല്ലേലൂയ. എൻ്റെ കുടുംബത്തിന് രണ്ടാമതൊരു അനുഗ്രഹം കൂടെ വേണം. ഇതുവരെയുള്ള അനുഗ്രഹം പോരാ. എൻ്റെ കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ, അക്ഷ പറഞ്ഞതുപോലെ എൻ്റെ കുടുംബത്തിന്റെ വരൾച്ച മാറണമെങ്കിൽ, എൻ്റെ കുടുംബത്തിന്റെ പ്രതിസന്ധികളെല്ലാം മാറി സന്തോഷമായി മുന്നോട്ട് പോകണമെങ്കിൽ ഒരു നീരുറവിന്റെ അനുഗ്രഹം, ഒരു നന്മയുടെ ഉറവയുടെ അനുഗ്രഹം ഒന്ന് തുറന്നു തരണം. അനുഗ്രഹത്തിന്റെ ഉറവ തുറക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. ചോദിച്ചാൽ ഒന്നിലധികം ഉറവ തരുവാനായിട്ട് കഴിയുന്നു. ഒരു ഉറവയാണ് ചോദിച്ചത്, അവർക്ക് 2 ഉറവ കൊടുത്തു. അതെ, നമുക്കൊന്ന് ചോദിക്കാൻ തയ്യാറായാൽ ദൈവം ഒരു അനുഗ്രഹമല്ല 2 അനുഗ്രഹം തരാൻ തയ്യാറാ. മലാക്കി പറഞ്ഞത്, സ്ഥലം പോരാതെ വണ്ണം എത്ര വേണോ നിനക്ക് അനുഗ്രഹം തരാൻ ദൈവം റെഡിയാ. പക്ഷെ എന്താ തടസ്സം? അതാണ് നമ്മളൊന്ന് ചിന്തിച്ച് തടസ്സങ്ങളെ മാറ്റി ഇന്ന് അനുഗ്രഹം പ്രാപിച്ചിട്ട് നമ്മളിന്ന് ഇവിടെ നിന്ന് എഴുന്നേക്കുകയുള്ളൂ. അടുത്ത കുറച്ച് സമയം നമ്മളിവിടെ ആയിരിക്കുന്നത് അനുഗ്രഹം പ്രാപിപ്പാൻ തന്നെ നമ്മെ തന്നെ ഒരുക്കാൻ പോകുക. നമുക്ക് മറ്റൊന്നുമല്ല ആവശ്യം. കർത്താവേ, എനിക്കൊരു സ്വർഗീയ അനുഗ്രഹം മതി.
യുഗത്തിൽ വേറെ ഒന്നും എനിക്ക് ആവശ്യമില്ല. കർത്താവ് എന്നെ ഒന്ന് അനുഗ്രഹിച്ചാൽ, സ്വർഗത്തിലെ ദൈവം എന്നെ ഒന്ന് മനസ്സ് അറിഞ്ഞ് അനുഗ്രഹിച്ചാൽ, എന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, ഞാൻ അനുഗ്രഹിക്കപ്പെടും, എന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും, എന്റെ സഭ അനുഗ്രഹിക്കപ്പെടും. ദൈവസഭയിലുള്ള ഓരോരുത്തരും ദൈവം അനുഗ്രഹിപ്പാൻ വിശ്വസ്തനായി കാത്തിരിക്കുക. അവന് യാതൊരു മടിയുമില്ല. അവൻ നല്ല അപ്പനാ, സ്വർഗീയ പിതാവ് കരുണയുള്ള ദൈവമാ. അവന് തെറ്റുകയില്ല. ഓ, ഇസ്ഹാക്കിന് തെറ്റുപറ്റിയതുപോലെ തെറ്റുപറ്റില്ല. ആരെ അനുഗ്രഹിക്കണമോ അവരെ തന്നെ അനുഗ്രഹിക്കാനായിട്ട് കഴിയും. ഓ ഹല്ലേലൂയ. ഇന്ന് ആരൊക്കെ തയ്യാറാകുന്നുവോ, ഒരു അനുഗ്രഹത്തിന് വേണ്ടി ആരൊക്കെ കൊതിക്കുന്നുവോ, ആരൊക്കെ അപേക്ഷിക്കാൻ തയ്യാറാകുന്നുവോ, അവരെ അനുഗ്രഹിപ്പാൻ എന്റെ ദൈവം കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും അടുക്കൽ കടന്നു വന്നിരിക്കുന്ന ദൈവ സാന്നിധ്യം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഈ അനുഗ്രഹം ലഭിക്കണമെന്ന് പറയുമ്പോൾ അനുഗ്രഹത്തിന് 2-3 ലെവൽ ഒന്ന് പറയാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ച കാര്യങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട്. ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ച ഒരു മനുഷ്യനുമാണ്. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിൽ എഴുതുമ്പോൾ പറഞ്ഞത്, അബ്രഹാമിന്റെ അനുഗ്രഹങ്ങൾ ജാതികൾക്ക് വരേണ്ടതിന്. അത് വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം നമുക്ക് ലഭിക്കണം, ദൈവമക്കൾക്കൊക്കെ ലഭിക്കണമെന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു അനുഗ്രഹം ലഭിക്കാൻ തക്കവണ്ണം അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചത് 3 ലെവല് അവിടെ കാണാനായിട്ട് എഴുതുന്നുണ്ട്. 3 ലെവല് അനുഗ്രഹമാണ് കാണാനായിട്ട് എഴുതുന്നത്. അനുഗ്രഹത്തിന്റെ 3 ലെവലുകൾ എന്ന് പറഞ്ഞു തരുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. അനുഗ്രഹത്തിന്റെ 1-ാമത്തെ ലെവൽ വ്യക്തിപരമായ അനുഗ്രഹമാണ്. പേര് വിളിച്ച് എന്റെ ദൈവം അനുഗ്രഹിക്കാൻ പോവുക. ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും, ഇന്ന് ഈ പ്രാർത്ഥനയിൽ തല വണക്കുന്ന ഓരോരുത്തരെയും ദൈവം തന്റെ പേര് വിളിച്ച്, അവരുടെ പേര് വിളിച്ച് അവരെ ഓരോരുത്തരും അനുഗ്രഹിക്കാൻ പോവുകയാണ്. നീ ഒരു അനുഗ്രഹമായിരിക്കും. മതി, ആ ഒരൊറ്റ വാക്ക് മതി. അബ്രഹാമിന്റെ അനുഗ്രഹത്തിന്റെ വലിയ ശക്തി ഒന്ന് മനസ്സിലാക്കുക. ദൈവം അവനെ ഒരു അനുഗ്രഹമാക്കി മാറ്റി. എന്നിട്ട് പറയുകയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. എന്നിട്ട് പറയുക, ആരെങ്കിലും ഈ അനുഗ്രഹം കളയാൻ വേണ്ടി, അപഹരിക്കാൻ വേണ്ടി, ലോകപ്രകാരമുള്ള അനുഗ്രഹത്തെ അപഹരിച്ചു പോകാം, എന്നാൽ ദൈവികമായ അനുഗ്രഹത്തെ നഷ്ടപ്പെടുത്തുന്ന വിധത്തിൽ ആരെങ്കിലും ശപിച്ച ഒരു ശാപം നിന്റെ മേലേക്ക് വരാൻ പ്രതീക്ഷിച്ചാൽ നടക്കില്ല. അവരെ ദൈവം ശപിക്കും. കാരണം നിന്റെ അനുഗ്രഹത്തിന് ഒരു ഭംഗവും വരില്ല. എന്റെ ദൈവം പേര് വിളിച്ച് വ്യക്തിപരമായി എന്നെ അനുഗ്രഹിച്ചാൽ ആ അനുഗ്രഹം നഷ്ടപ്പെടുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ആ അനുഗ്രഹത്തെ നഷ്ടപ്പെടുത്തി കളയാൻ, അതിനെ ഇല്ലാതെയാക്കുവാൻ ഒരു ദുഷ്ട അന്ധകാരത്തിനും കഴിയില്ല, ഒരു ശാപത്തിനും അതിന് കഴിയില്ല. ആ വലിയ അനുഗ്രഹമാണ് വ്യക്തിപരമായ അനുഗ്രഹം. അതെങ്ങനെയാണ് അത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്? വ്യക്തിപരമായ അനുഗ്രഹം പറയാ, ആ അനുഗ്രഹത്തിന്റെ വ്യവസ്ഥ പറയുന്നത് ഇങ്ങനെയാണ്: നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. നമ്മുടെ പേര് വലുതാക്കും. പേരിന് നീളം കൂട്ടുക എന്നല്ല എൻ്റെ അർത്ഥം. ഇന്ന് എന്നെ അറിയുന്നത് 100 പേരെ അറിയും, നാളെ അറിയാൻ പോകുന്നത് 1000 പേരറിയും. അവിടെ കൊണ്ട് നിൽക്കില്ല. 1000 പേരല്ല, ഒരു 10,000 പേര് അറിയുന്ന രീതിയിലേക്ക് പേര് വലുതാക്കുന്നത്. കഴിഞ്ഞ നാളുകളിൽ ദൈവം എന്നെ അനുഗ്രഹിച്ചപ്പോ 1000 അറിയുന്ന രീതിയിലേക്ക് മാറാൻ കഴിഞ്ഞെങ്കിൽ, ദൈവങ്ങളെ നമ്മെ ഓരോരുത്തരും ദൈവം ആഗ്രഹിക്കുന്നത് നമ്മിലൂടെ പകരപ്പെടുന്ന ദൈവിക അഭിഷേകം അനുഭവിക്കുന്ന ചിലരും കൂടെ അനുഭവിച്ച് അവരും കൂടെ അറിയാൻ പോകുക, ദൈവസഭ അറിയപ്പെടാൻ പോകുക. ദൈവസഭയെ അറിയുന്ന കുറച്ച് പേരുണ്ടെങ്കിൽ എന്താണ് പേര് വലുതാക്കാൻ പോകുക, ദൈവസഭയുടെ പേര് വലുതാക്കാൻ പോകുക, പുതിയ പേരിടാൻ പോവുകയല്ല. എന്താ, ദൈവസഭയെ അറിയുന്നവരുടെ എണ്ണം കൂടാൻ പോകുക. ഇന്ന് 500 പേരെ അറിയുന്നുവെങ്കിൽ ഒരു 5000 പേർ അറിയുന്ന സഭയായി മാറുക, 10,000 പേർ അറിയുന്ന സഭയായി, 50,000 പേർ അറിയുന്ന സഭയായി, ലക്ഷങ്ങൾ അറിയപ്പെടുന്ന ഒരു സഭയായി ദൈവം നമ്മെ മാറ്റാൻ പോകുക. സഭയെ അനുഗ്രഹിച്ച് പേര് വലുതാക്കിയാൽ ദൈവസഭയെ അറിയുന്നവരായി മാറും. കൊറിയൻ സഭയെ കുറിച്ച് പറയാത്തവരാരെങ്കിലും ഉണ്ടോ? പെന്തക്കോസ്ത് സമൂഹം മുഴുവൻ ഒരുപോലെ പറയും, യോങ്കിച്ചോയുടെ സഭയെ കുറിച്ച് പറയും. കാരണം എന്താ? ആ മനുഷ്യനെ ദൈവം അനുഗ്രഹിച്ച് തന്റെ പേര് വലുതാക്കിയപ്പോ ലോക രാജ്യങ്ങൾ മുഴുവൻ അറിയപ്പെടുന്നവനായി മാറി. ലോക രാജ്യങ്ങൾ അറിയപ്പെടുന്ന ഒരു സഭയായി മാറി. ഇന്ന് ഏറ്റവും അധികം മിഷണറിമാരെ പറഞ്ഞയക്കുന്ന ഒരു സഭയായി ആ കൊറിയൻ സഭ മാറിക്കഴിഞ്ഞു. എത്ര മാറ്റമാണ് സംഭവിച്ചത്! ഇത്രമാത്രം വലിയ വ്യത്യാസം വരുത്തുവാൻ കഴിയുന്ന ദൈവം ഇന്നും വിശ്വസ്തനായി ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിനോട് നമുക്ക് അപേക്ഷിക്കണം. ഇന്ന് നമ്മൾ മാറുവാൻ ആഗ്രഹിക്കുന്നത്, കർത്താവേ, അങ്ങയുടെ ഈ അനുഗ്രഹം, വ്യക്തിപരമായ അനുഗ്രഹം, ഞങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും, ദൈവദാസന്മാരുടെ പേരിൽ, ദൈവമക്കളുടെ പേരിൽ, നമ്മുടെ തലമുറയുടെ പേരിൽ പേര് വിളിച്ച് ദൈവം അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ അനുഗ്രഹം ലഭിച്ചാൽ അവസ്ഥ മാറാൻ പോകുക. നമ്മിലൂടെ വ്യാപരിക്കുന്ന ദൈവകൃപ ലോകം അറിയാൻ പോകുക. നമ്മിലൂടെ ദൈവം ചെയ്തെടുക്കാൻ പോകുന്ന ശുശ്രൂഷ ലോകം അറിയാൻ പോകുക. നമ്മൾ ചിന്തിക്കുന്നു നമ്മൾ അശക്തരാണ്, ബലഹീനരാണെന്ന്. എന്നാൽ നമ്മളെ കൊണ്ട് ദൈവം ശക്തനാക്കാൻ പോകുക. ഒന്ന് ഓർത്തു നോക്കിയേ.
ചിന്നാർ രാജാവും സോദോർ രാജാവും ഒക്കെ തമ്മിലുള്ള യുദ്ധങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ വലിയ യുദ്ധം നടക്കുക. 5 രാജാക്കന്മാർ ഒരു വശത്ത്, 7 രാജാക്കന്മാർ മറ്റൊരു വശത്ത് നടന്ന് വലിയ യുദ്ധം നടക്കുന്ന സമയത്ത് ഒരു രാജാവുമല്ലാന്നേ, ഒരു വ്യക്തി, ഒരു അബ്രഹാമിന്റെ വീട്ടിലെ കുറച്ച് ദാസന്മാരുമായിട്ട് പോകുന്നു. ഇവരെയൊക്കെ കീഴടക്കി ജയിച്ചു വരുന്ന ഒരു ചിത്രം നമ്മൾ കാണുന്നുണ്ട്. നമ്മളും ബലഹീനത, പക്ഷെ നമുക്ക് ദൈവം തരുന്ന ഒരു അധികാരമുണ്ട്. ദുഷ്ട അന്ധകാരങ്ങൾ അപകരിച്ചു കൊണ്ടുപോകുന്നതിനെ തിരിച്ചു കൊണ്ടുവരുവാൻ. സോദോം രാജാവ് പറയുന്നൊരു കാര്യമുണ്ട്, നീ എല്ലാം എടുത്തോ, സമ്പത്തൊക്കെ എടുത്തോ എന്ന് പറയുമ്പോൾ ദാസൻ പറയുന്നത്, എനിക്കിതൊന്നും വേണ്ടെന്ന് പറയാ, എനിക്ക് ധാരാളം ഉണ്ടെന്ന് പറയത്തക്കവണ്ണം സമ്പത്തിരിക്കുക. എന്നാൽ ദുഷ്ടം കൊണ്ടുപോയതിനെ തിരിച്ചെടുത്തു കൊടുക്കുവാൻ കഴിയുന്ന വിധത്തിലേക്ക് അവന് ശക്തീകരിച്ചു. ആ രാജ്യങ്ങൾ അവർ 5ഉം 7ഉം രാജ്യങ്ങൾ, എങ്ങനെയാണെങ്കിൽ 12 രാജ്യങ്ങൾ ആ മനുഷ്യനെ അറിയാൻ പോവുകയാ. എങ്ങനെ അറിയുന്നത്? അവനിലൂടെ വ്യാപരിച്ച ശക്തി. അത് അവർക്ക് തോൽപ്പിക്കാൻ കഴിയാത്ത ശക്തിയാണ്. തിരിച്ചടിക്കാൻ അവർക്ക് ധൈര്യമില്ലായിരുന്നു. കാരണം എന്താ? അത്ര വലിയ ശക്തി അവരിലൂടെ പകർന്നത്. ദൈവമക്കളെ, ഈ കാലഘട്ടത്തിൽ നമ്മുടെ നന്മയെ അപകരിച്ചു കൊണ്ടുപോകുന്ന ദുഷ്ടയന്ധകാര വ്യാപാരങ്ങൾ പെരുകി ഒത്തുചേർന്ന് അവര് വാത് കെട്ടി ഒരുമിച്ച് കൂടി വന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്ന് എല്ലാം അപകരിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ച് സ്വസ്ഥത കളഞ്ഞ്, സമാധാനം കളഞ്ഞ്, നന്മ കളഞ്ഞ്, സൗഖ്യം കളഞ്ഞ് അസ്വസ്ഥമാക്കിയ എല്ലാ മേഖലകളെ തിരിച്ചു പിടിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ വീട്ടിൽ ഇറങ്ങി കഴിയുമ്പോൾ, വ്യക്തികളിലേക്ക് വ്യാപരിച്ചു കഴിയുമ്പോൾ നാം പോയി പിടിച്ചടക്കി കൊണ്ടുവരും. ഒരു നന്മയും ചോർന്നു പോകില്ല. കഴിഞ്ഞ നാളുകളിൽ അധ്വാനിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ എവിടെ പോയി അറിഞ്ഞുകൂടാ. ചോർന്നു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരികെ വരുന്ന വർഷമായി മാറാൻ പോകുക, തിരികെ വരുത്തുവാൻ കഴിയുന്ന ശക്തിയായി മാറാൻ കഴിയുക. ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ മേൽ പെയ്തിറങ്ങാൻ പോകുക. അപ്പൊ അനുഗ്രഹത്തിന്റെ ഈ 1ാം ലെവൽ നമ്മൾ അല്പമായി അനുഭവിച്ചു എന്നാൽ അവിടെ കൊണ്ട് തീരുന്നില്ല, അത് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അത് പകരുകയല്ലയോ എന്നാണ് മലാഖിയിൽ നമ്മൾ വായിച്ചത്. ദൈവത്തിന്റെ അനുഗ്രഹം ഒരു തുള്ളി അവിടെ വീണാൽ അവിടെ നിൽക്കില്ല, അത് പെരുകിക്കൊണ്ടിരിക്കും, അത് പകർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയാണെങ്കിൽ വ്യാപരിക്കാൻ പോകുന്ന ദൈവിക അനുഗ്രഹത്തിന്റെ ശക്തി ഏറ്റെടുക്കുവാൻ ദൈവമക്കൾക്ക് കഴിയട്ടെ. കർത്താവേ, എന്റെ കുടുംബത്തിൽ, എന്റെ തലയിലേക്ക് വന്നിറങ്ങിയ അനുഗ്രഹം ഇപ്പോൾ ഈ വചനം കേൾക്കുന്ന സമയത്ത് വിശ്വാസത്തോടെ ഞാൻ ആമേൻ പറഞ്ഞപ്പോൾ എന്റെ പേര് വിളിച്ച്, സ്വർഗം പേര് വിളിച്ച് എന്നെ അനുഗ്രഹിച്ച അനുഗ്രഹം നിമിത്തം നഷ്ടപ്പെട്ടത് തിരികെ ലഭിക്കുകയും എന്റെ പേരിന്റെ ഒരു മാറ്റം വരാൻ പോകുക. കഴിഞ്ഞ നാളുകളിൽ ചുരുക്കം 2 പേർ അറിയുന്ന, എന്റെ സഭയിലെ 3 വിശ്വാസികൾ അറിയുന്ന രീതിയായിട്ടല്ല, അതിനപ്പുറത്തേക്ക് മാറ്റപ്പെടുന്ന രീതിയിൽ ഈ വർഷം തന്നെ അനുഗ്രഹത്തിന്റെ വഴിയിലൂടെ, ശുശ്രൂഷ മണ്ഡലത്തിലൂടെ ദൈവം എന്നെ ശക്തീകരിച്ച് നയിക്കാൻ പോകുക. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കാൻ പോകുക. കഴിഞ്ഞ നാളുകളിൽ അത്ഭുതം നടന്ന് പലരും പ്രാർത്ഥനയ്ക്കായി കടന്നു വന്നെങ്കിൽ ഇനി അങ്ങനെയല്ല, അതിനപ്പുറത്ത് വലിയ അനുഗ്രഹങ്ങൾ പകർന്ന് ട്രെമൻഡസ് ആയ വലിയ ഹീലിംഗുകൾ നമ്മൾ കാണാൻ പോവുകയാണ്. വലിയ വിടുതലുകൾ, സാത്താന്യ ബന്ധനത്തിൽ കിടക്കുന്നവരെ വിടുവിക്കുന്ന ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ! സന്തോഷത്തോടെ, ആത്മശക്തിയോടെ ഈ ദൂതിനോട് പ്രതികരിച്ചു തുടങ്ങിയാട്ടെ. ഈ ദൂതിന്റെ ഒരു ശക്തിയുണ്ട്. സ്വർഗം പകരുന്ന ദൈവശക്തി നമ്മളൊന്ന് ഏറ്റെടുക്കാൻ കഴിയട്ടെ. അനുഗ്രഹത്തിന്റെ 2ാമത്തെ ലെവലിൽ ഞാൻ വായിക്കാൻ പോകുക. ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം. 22:17. ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. അപ്പോ 1ാമത് അനുഗ്രഹിച്ച് പേര് വലുതാക്കുന്ന അനുഗ്രഹമാണ്. എന്നാൽ 2ാമത്തെ അനുഗ്രഹത്തിന്റെ പ്രത്യേകത, അതിന്റെ പേരിങ്ങനെയാണ്. അതിന്റെ 2ാമത്തെ ലെവല് ഐശ്വര്യമായി അനുഗ്രഹിക്കും. എന്താ ഐശ്വര്യമായി അനുഗ്രഹിക്കുന്നതിന്റെ ഗുണം എന്താണെന്ന് താഴോട്ട് വായിക്കുമ്പോൾ കാണാം. നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ദൈവകരം നമുക്ക് അനുകൂലമായി ചലിക്കുമ്പോൾ, അനുഗ്രഹത്തിന്റെ 2ാമത്തെ ലെവലിലേക്ക് നമ്മളൊന്ന് കിടക്കാൻ പോകുക. ഈ കർത്താവെ, എനിക്ക് ആഗ്രഹമുണ്ട്, ഈ അനുഗ്രഹത്തിന്റെ 2ാമത്തെ ലെവലായ ഐശ്വര്യമായ അനുഗ്രഹം കർത്താവെ എനിക്ക് ആവശ്യമാണ്. എന്താ ഐശ്വര്യമായ അനുഗ്രഹത്തിന്റെ പ്രത്യേകത? അത് തലമുറയിലേക്ക്, സന്തതിയിലേക്ക് പകരുന്ന അനുഗ്രഹമാ. എന്താ സന്തതിയിലേക്ക് പകരുന്ന അനുഗ്രഹത്തിന്റെ പ്രത്യേകത? അവര് സ്റ്റാറായി മാറാൻ പോകുക, നക്ഷത്രങ്ങളെ പോലെ. എന്ന് പറഞ്ഞാൽ അവരെ ഒരു സാധാരണ കുട്ടിയായിട്ടല്ല, ദൈവം അവരെ അസാധാരണമായ ചില മാറ്റങ്ങളിലേക്ക്, ചില കഴിവുകളിലേക്ക്, ചില താഴ്ന്നുകൾ നൽകി, ചില നന്മകൾ നൽകി ദൈവം മാനിക്കാൻ പോവുകയാണെന്ന്. ഐശ്വര്യമായുള്ള അനുഗ്രഹം വന്നാൽ നമ്മുടെ തലമുറയെ കുറിച്ചുള്ള ഭാരം മാറിപ്പോവും. അവരെ ദൈവം സ്റ്റാറാക്കി മാറ്റും.
ഒന്നും കൂടെ പറഞ്ഞാൽ അവിടെ മണലിന്റെ കാര്യം പറയുമ്പോൾ അതും അതുപോലെ പറയണ്ടേ? എന്താ പറയുന്നത്? അവർക്ക് ലഭിക്കാൻ പോകുന്ന നന്മയുടെ ഒരു കൂമ്പാരമാണ് അത് കാണിക്കുന്നത്. എന്താ അവിടെ പറയുന്നത്? ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും എന്ന് പറഞ്ഞാൽ ശത്രു ഒരു നന്മയും കൊണ്ടുപോകാതെ അതെല്ലാം പിടിച്ചടക്കാൻ കഴിയുന്ന ഒരു കൂമ്പാരമായി മാറ്റാൻ കഴിയുന്ന, കൂമ്പാരമായി ലഭിക്കുന്ന വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ തക്കവണ്ണം നമ്മുടെ തലമുറ അനുഗ്രഹിക്കാൻ കഴിയുന്ന രണ്ടാമത്തെ ലെവൽ അനുഗ്രഹം എത്ര പേർ ആഗ്രഹിക്കുന്നു? കർത്താവേ, ഐശ്വര്യമായുള്ള ഒരു അനുഗ്രഹം എന്റെ ഭവനത്തിന് ആവശ്യമാണ്. കഴിഞ്ഞ നാളുകളിൽ ഈ ഐശ്വര്യമായ അനുഗ്രഹം എന്റെ ഭവനത്തിൽ വരാത്തത് കൊണ്ട് തലമുറയെക്കുറിച്ച് ഞാൻ വ്യാകുലപ്പെട്ടുകൊണ്ടിരുന്നു, ഞാൻ നിരാശപ്പെട്ടുകൊണ്ടിരുന്നു. തലമുറയെക്കുറിച്ച് ഞാൻ നിരാശപ്പെട്ട്, ഭാരപ്പെട്ട്, ക്ലേശിച്ച് നിലവിളിക്കുന്ന അനുഭവങ്ങൾ എന്റെ ജീവിതത്തിലുണ്ടായി. എന്നാൽ ആ അവസ്ഥയ്ക്ക് മാറ്റം വന്ന് അവരെക്കുറിച്ച് അത്യന്തം സന്തോഷിക്കുകയും അഭിമാനം തോന്നുന്ന രീതിയിൽ എന്റെ മക്കളെ ദൈവം മാനിച്ചല്ലോ എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ഒരനുഗ്രഹം ലഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. ഈ പ്രാർത്ഥനയുടെ ലക്ഷ്യം അതാണ്. ഒരു ലക്ഷ്യമില്ലാത്ത പ്രാർത്ഥനയല്ല, പ്രാർത്ഥന വിജയത്തിൻ്റെതാണ്. പ്രാർത്ഥന യുദ്ധം കഴിഞ്ഞ് ജയിച്ചു വരുന്ന വ്യക്തിയെ പോലെയാണ്. ഒരു രാമ്യം പറയുമ്പോൾ നമ്മൾ ചിലത് ജയിച്ചടക്കാൻ പോവുകയാണ്, നമ്മൾ ചിലത് കീഴടക്കാൻ പോവുകയാണ്. ശത്രു കൈവശമാക്കിയത് നമ്മൾ കീഴടക്കി ജയിക്കാൻ പോവുകയാണ്. ഇത് ശത്രുവിന് വിട്ടുകൊടുക്കാനുള്ളതല്ല. നമ്മുടെ തലമുറയുടെ അനുഭവിക്കേണ്ട നന്മകൾ ശത്രു കൊണ്ടുപോകാൻ പാടില്ല. ഐശ്വര്യമായുള്ള ഒരു അനുഗ്രഹം എന്റെ ഭവനത്തിൽ വന്നാൽ, എന്റെ കുടുംബത്തിൽ വന്നാൽ, എന്നിൽ വന്നാൽ എന്റെ തലമുറ നിശ്ചയമായി അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഒരു സംശയവുമില്ല. ഈ അനുഗ്രഹമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ അനുഗ്രഹം ഐശ്വര്യമായുള്ള അനുഗ്രഹമാണ്. അപ്പൊ അനുഗ്രഹത്തിന്റെ രണ്ടാമത്തെ ലെവല് ഐശ്വര്യമായ അനുഗ്രഹമാണ്. അപ്പൊ ഒന്നാമത്തെ ലെവലിൽ നമ്മൾ കണ്ടു വ്യക്തിപരമായ അനുഗ്രഹം, ഇൻഡിവിജ്വലായിട്ട് അവരുടെ പേര് വലുതാക്കുന്ന, അവസ്ഥകൾക്ക് മാറ്റം വരുത്തുന്ന ഒരു അനുഗ്രഹമായിരുന്നെങ്കിൽ രണ്ടാമത്തെ ലെവല് ഐശ്വര്യമായുള്ള അനുഗ്രഹമാണ്. ഈ ഐശ്വര്യമായുള്ള അനുഗ്രഹത്താൽ നമ്മുടെ തലമുറയിലേക്ക് അനുഗ്രഹം പകരപ്പെടും. അത് തലമുറയിൽ നിറഞ്ഞു നിൽക്കുന്ന അനുഗ്രഹമായി മാറും. മൂന്നാമത്തെ ലെവല് ഉൽപ്പത്തി പുസ്തകം 24-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. ജെനസിസ് ചാപ്റ്റർ 24 വേഴ്സ് 1. അബ്രഹാം വയസ്സ് എന്ന് വൃദ്ധനായി. യഹോവ അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചിരുന്നു. മൂന്നാമത്തെ ലെവല് ഇനി അനുഗ്രഹിക്കപ്പെടാനുള്ള ഒരു മേഖലയും ബാക്കിയില്ല. സകലത്തിലും അനുഗ്രഹിച്ചു. എൻ്റെ ലൈഫിൽ ബ്ലെസ്സിംഗ് ആയി മാറി. ഈ അനുഗ്രഹത്തിന്റെ പ്രത്യേകത, ഈ അനുഗ്രഹം മുമ്പ് ലഭിച്ച അനുഗ്രഹങ്ങൾ ചോരുകയല്ല, അന്ത്യം വരെ എൻ്റെ ലൈഫ് മുഴുവൻ നമ്മളൊരു ബ്ലെസ്സഡ് ഫാമിലിയായി, ഒരു ബ്ലെസ്സഡ് വ്യക്തിയായി, ഒരു ബ്ലെസ്സഡ് പേഴ്സണായി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ലെവലിലേക്ക് നമ്മൾ എത്തിയേ പറ്റുള്ളൂ. നമ്മുടെ വാർദ്ധക്യം വരുമ്പോൾ, നര വരുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്കൊരു ഭാരമായി തീരരുത്. എന്നോട് പ്രായമുള്ളവരെ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിനാ പ്രാർത്ഥിക്കേണ്ടത്? കർത്താവേ, ഞാൻ വീട്ടിലൊരു ഭാരമായി വരരുത്, ആർക്കും ഭാരമായി വരാനും കിടപ്പിലായി ആരും എന്നെ ഒന്ന് മരിച്ചാൽ മതി എന്ന് പറയുന്ന രീതിയിലേക്കൊന്നും പോയി അങ്ങനെ നിരാശപ്പെടുത്തുന്ന അവസ്ഥയിലേക്കൊന്നും വരരുത്. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഒരമ്മച്ചി എന്നോട് പറഞ്ഞത്, ആരെയും ബുദ്ധിമുട്ടിക്കാതെ പെട്ടെന്ന് എന്നെ എടുത്തോട്ടെ എന്ന് പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അവരുടെ ആഗ്രഹത്തിൽ ചിന്തിക്കുന്നത് ഒരു പ്രതിസന്ധിയായി മാറുമോ, ഭാരമായി മാറുമോ എന്നാ. എന്നാൽ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം, സകലത്തിലുമുള്ള അനുഗ്രഹം, സകലത്തിലുമുള്ള അനുഗ്രഹം, അതായത് അനുഗ്രഹത്തിന്റെ മൂന്നാമത്തെ ലെവലിലേക്ക് നമ്മൾ കയറിയാൽ, വെറും മൂന്നാമത്തെ സ്റ്റേജിലേക്ക് നമ്മൾ കയറിയാൽ, ഒന്ന് ഓർത്തു നോക്ക്, നമ്മുടെ വാർദ്ധക്യം ഒരു പ്രശ്നമായി വരില്ല. നമ്മുടെ വാർദ്ധക്യം മറ്റുള്ളവർക്ക് ഒരു ഭാരമായി വരില്ല. ഹല്ലേലൂയ. ഒന്ന് ആലോചിച്ച് നോക്കി, അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചു. വാർദ്ധക്യത്തിലെ അനുഗ്രഹം എങ്ങനെയായിരുന്നു എന്ന് ഓർത്തു നോക്കി. നിർജീവമായ ശരീരാവസ്ഥകളെ ജീവൻ വെപ്പിച്ച ദൈവകൃപയാ. ഈ അനുഗ്രഹം ലഭിച്ചാൽ, സകലത്തിലുമുള്ള അനുഗ്രഹം ലഭിച്ചാൽ, പ്രായം ചെല്ലുന്തോറും ഡിറ്റോറിയേഷൻ സംഭവിക്കുകയാണ്. നമ്മുടെ കോശങ്ങൾക്കൊക്കെ നാശം സംഭവിക്കുക. അതുമൂലമുള്ള ക്ലേശങ്ങളുണ്ട്. നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, കയ്യിന് വേദന, കാലിന് വേദന, തലയ്ക്ക് വേദന, പെരുപ്പ്, പ്രഷർ, ഷുഗർ, ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ ഒരു വലിയ ലിസ്റ്റ് അങ്ങ് കിടക്കുക. എന്നാൽ ഈ ലിസ്റ്റൊക്കെ മാറുവാൻ തക്കവണ്ണം ഒരു ബ്ലെസ്സിംഗ് ആണ് സകലത്തിലുമുള്ള അനുഗ്രഹം. തേർഡ് ലെവൽ ഓഫ് ബ്ലെസ്സിംഗ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, ഈ തേർഡ് ലെവൽ ഓഫ് ബ്ലെസ്സിംഗ് ദൈവസഭയിലെ എല്ലാവർക്കും ആവശ്യമാണ്. ഒരു 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും ആവശ്യമായിരിക്കുക. കാരണം ഇല്ലെങ്കിൽ ക്ഷീണിച്ചു പോകും. കാലാളോടുകൂടെ ഓടിയിട്ട് കുതിരപ്പടയോടുകൂടെ ഓടാൻ കഴിയാതെ വണ്ണം ക്ഷീണിച്ചു പോകേണ്ടവരല്ല, നാം ശക്തിപ്പെട്ട് യഹോവയെ കാത്തിരിക്കുന്നവർക്ക് ലഭിക്കുന്ന ശക്തി പോലെ ഈ അനുഗ്രഹത്താൽ ലഭിക്കുന്ന ശക്തി. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഒന്ന് ഓർത്തു നോക്കി, നമ്മൾ കുറെ രാത്രി ആ വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നതിന്റെ ഇടയ്ക്ക് ഓർത്തു നോക്കി, അതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ലേ? ഒരേ ഒരു വിഷയമേ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. കർത്താവേ, എന്നെ ഒന്ന് അനുഗ്രഹിക്കണം, എന്നെ ഒന്ന് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് നമ്മളൊന്ന് പ്രാർത്ഥിച്ചാൽ മതിയായിരുന്നു. ആ അനുഗ്രഹം നമുക്ക് ലഭിച്ചാൽ നമ്മുടെ എൻ്റെ ലൈഫ് ബെറ്റർ ആയി തീർന്നു. നമ്മൾ ഒരിക്കലും
ലജ്ജിതരായിത്തീരില്ല. അതാ പറഞ്ഞത്, അവങ്കിലേക്ക് നോക്കിയിട്ട് ഒരു അനുഗ്രഹം പ്രാപിക്കണം. എന്തിനാണ് നോക്കുന്നത്? കർത്താവേ, എന്നെ ഒന്ന് അനുഗ്രഹിക്കണം, എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വലിയ മാറ്റം ലഭിക്കും. സമയം മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഞാൻ ഇനി ഏറെ മുന്നോട്ട് അവിടെ പറയാതെ അനുഗ്രഹം ലഭിക്കാനുള്ള ഒരു 7-8 വ്യവസ്ഥകൾ എന്ന് പറയാൻ താല്പര്യപ്പെടുകയാണ്. വേഗത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പാനും ശ്രമിക്കുന്നതുകൊണ്ട് അനുഗ്രഹം ലഭിക്കാനുള്ള വ്യവസ്ഥകൾ ഒരു 7-8 പറയണമെന്ന് ആഗ്രഹമുണ്ട്. പറയാൻ ലഭിക്കുന്ന അത്രയും പറയാം. അതിനുശേഷമുള്ളത് പിന്നീട് ഒരു അവസരം ലഭിക്കുകയാണെങ്കിൽ അപ്പോഴും നമുക്ക് സംസാരിക്കാനായിട്ട് കഴിയും. നമ്മുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് ഏകാഗ്രമാക്കിക്കൊണ്ടിരുന്നാൽ മതി. നിശ്ചയമായും ദൈവിക അനുഗ്രഹം നമുക്ക് ലഭിക്കാനായിട്ട് കഴിയും. പുറപ്പാട് പുസ്തകം 32-ാമത്തെ അധ്യായം 29-ാമത്തെ വാക്യം. അനുഗ്രഹം ലഭിക്കാനുള്ള 1-ാമത്തെ വ്യവസ്ഥ പറയാൻ പോവുകയാണ്. യഹോവ ഇന്ന് നിങ്ങൾക്ക് അനുഗ്രഹം നൽകേണ്ടതിന്. അപ്പൊ പദത്തിന് ശക്തി ഉണ്ടോ? ഇന്ന് ദൈവം അനുഗ്രഹം തരാൻ പോവുക. ഇന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? യഹോവ ഇന്ന് നിങ്ങൾക്ക് അനുഗ്രഹം നൽകേണ്ടതിന്. യഹോവ ഇന്ന് ദൈവം നിങ്ങൾക്ക് അനുഗ്രഹം തരാൻ പോവുക. ഇന്ന് വിശ്വസിക്കുക. കർത്താവേ, ഇന്ന് എന്നെ അനുഗ്രഹിക്കാൻ പോവുക. ഈ പ്രാർത്ഥന ഒരു ബ്ലെസ്സഡ് പ്രയറായി മാറിയിരിക്കുക. ഈ പ്രയർ എന്റെ കുടുംബത്തിന്റെ ഒരു ബ്ലെസ്സിംഗ് ആയി മാറിയിരിക്കുക. ഹല്ലേലൂയ. ഈ അനുഗ്രഹം മതി. ഈ ആണ്ട് ഞാൻ ജയിക്കും. ഞാൻ പരാജയപ്പെടില്ല. എന്റെ കുടുംബം പരാജയപ്പെടില്ല. ദൈവസഭ പരാജയപ്പെടില്ല. അവിടെ പറയാ, യഹോവ ഇന്ന് നിങ്ങൾക്ക് അനുഗ്രഹം നൽകേണ്ടതിന് നിങ്ങൾ ഇന്ന് ഓരോരുത്തൻ താന്താന്റെ മകനും താന്താന്റെ സഹോദരനും വിരോധമായി യഹോവയ്ക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുപ്പിൻ എന്ന് മോശ പറഞ്ഞു. സന്ദർഭം നമുക്കറിയാം. കൽപ്പലകയുമായി വന്ന സമയത്തുണ്ടായ പ്രതിസന്ധികളും കാര്യങ്ങളും ഒക്കെയാണ് പറയുന്നത്. അവിടെ നമുക്ക് പഠിക്കേണ്ട ഒരു ഭാഗം ഇതാണ് പറയുന്നത്, യഹോവയ്ക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുപ്പിൻ. മകനുള്ളത് കൊണ്ട് എനിക്ക് പേടിക്കാനില്ലാന്ന് ചിന്തിക്കരുത്. എൻ്റെ അപ്പൻ എനിക്ക് നന്മ തരുമെന്ന് പ്രതീക്ഷിക്കരുത്. മക്കൾ എനിക്ക് അനുഗ്രഹമായി തരുമെന്ന് പ്രതീക്ഷിക്കരുത്. അവരൊക്കെ നമുക്ക് വിരോധമായി മാറിക്കോട്ടെ. അവരെ കുറിച്ചുള്ള ചിന്ത നമ്മൾ വിട്ടുകളാ. എന്റെ വാർദ്ധക്യം വരുമ്പോൾ എന്റെ മോൻ നോക്കും, എന്റെ മകൾ നോക്കും, അവരെന്നെ സഹായിക്കും, ഇവരെന്നെ സഹായിക്കും. ഇങ്ങനെ നമ്മളിപ്പോ വെച്ചിരിക്കുന്ന ചിന്തകളെ ഇന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ, സ്തോത്രം, യഹോവ ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുക. യഹോവയ്ക്ക് നിങ്ങൾ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും. കർത്താവേ, എനിക്ക് മറ്റാരും അനുഗ്രഹിക്കേണ്ട, മറ്റാരുടെയും കരുണയും അവരുടെ ദയാവായ്പിനും വേണ്ടി ഞാൻ കാത്തു നിൽക്കുന്നില്ല. എന്റെ ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചതുപോലെ എന്നെ സകലത്തിലും ഒന്ന് അനുഗ്രഹിച്ചാൽ മതി. എന്റെ ദൈവം അബ്രഹാമിനെ ഐശ്വര്യമായി അനുഗ്രഹിച്ചതുപോലെ എന്നെ ഒന്ന് അനുഗ്രഹിച്ചാൽ മതി. അതായി നമ്മുടെ ലക്ഷ്യം ഒന്ന് മാറി. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ മാറി സമ്പൂർണ്ണമായി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ അനുഗ്രഹം ലഭിക്കും. അപ്പൊ അനുഗ്രഹം ലഭിക്കാനുള്ള 1-ാമത്തെ വ്യവസ്ഥ എന്താ? യഹോവയ്ക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുപ്പിൻ എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ ആശ്രയം വിടണം. മക്കളോ അപ്പനോ ബന്ധമോ ചാർച്ചയോ ഒക്കെ നമ്മൾ പ്രതീക്ഷ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രതീക്ഷകളെ കുറിച്ചുള്ള എല്ലാ ആശയം വിട്ടുകളയണം. എനിക്കങ്ങനെ പ്രതീക്ഷ വയ്ക്കുന്നില്ല. കർത്താവ്, ഞാൻ അതിനെ കുറിച്ചുള്ള ചിന്ത മായ്ച്ചു കളയുകയാണെന്ന് പറഞ്ഞ് സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്താൽ അനുഗ്രഹം ലഭിക്കും. 2-ാമത്തെ കാര്യം ഞാൻ പറയാം. ആവർത്തന പുസ്തകം 33-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. ഡ്യൂട്ടോണമി ചാപ്റ്റർ 33 വേഴ്സ് 1. ദൈവപുരുഷനായ മോശ തന്റെ ഭരണത്തിന് മുമ്പേ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച അനുഗ്രഹമാവിത്. അപ്പൊ 2-ാമത്തെ വ്യവസ്ഥ പറയാ, ദൈവപുരുഷനായ മോശ തന്റെ മരണത്തിന് മുമ്പേ ജനത്തെ അനുഗ്രഹിച്ചു, ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ ഒരു ദൈവദാസൻ അനുഗ്രഹം പറഞ്ഞാൽ, ഒരു ദൈവപുരുഷൻ ദൈവകൃപയിൽ അനുഗ്രഹം പറഞ്ഞാൽ, ഒരു ദൈവപുരുഷൻ അഭിഷക്തൻ തന്നിൽ നിലനിൽക്കുന്ന അഭിഷേകം നിമിത്തം വിളിച്ചു പറയുകയാണ്, മക്കളെ, ദൈവമക്കളെ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന്. ഇന്ന് ഞാൻ പരിശുദ്ധാത്മാവിന്റെ നിയോഗം പ്രാപിച്ച് വിളിച്ചു പറയുക, നമ്മുടെ സഭയെ എന്റെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. ഓരോ കുടുംബങ്ങളെയും എന്റെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്ന അഭിഷേകത്തിന്റെ നിറവിൽ ഈ ദൂതേൽപ്പിച്ച ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ഞാൻ വിളിച്ചു പറയുന്നു, യേശുവിന്റെ നാമത്താൽ ഓരോ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ ശാപങ്ങളും നീങ്ങി മാറട്ടെ. ശാപങ്ങളെല്ലാം അനുഗ്രഹമായി പരിണമിക്കട്ടെ. ഓരോ അന്ധകാരം കൊണ്ടുവന്നു വെച്ച സകല തിന്മകളും രൂപാന്തരം പ്രാപിച്ച് അനുഗ്രഹമായി മാറട്ടെ. സകലത്തിലുമുള്ള അനുഗ്രഹം, പേര് വലുതാക്കുന്ന അനുഗ്രഹം, ഐശ്വര്യമായുള്ള അനുഗ്രഹം ഓരോ ഭവനങ്ങളിലും വ്യക്തികളിലും നിറഞ്ഞു വരട്ടെ. അങ്ങനെ ഒന്ന് പറഞ്ഞാൽ ആ അനുഗ്രഹം വരുമെന്നാണ് ഇവിടെ വായിക്കുന്നത്. ഇനി ആവർത്തന പുസ്തകം 3-ാമത്തെ കാര്യം വായിക്കാം. 7-ാം അധ്യായം 13-ാമത്തെ വാക്യം. അവൻ നിന്നെ സ്നേഹിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. 3-ാമത്തെ വ്യവസ്ഥ, ദൈവം ഒന്ന് സ്നേഹിക്കണം. ഒരല്പം കട്ടിയുള്ള ഭാഗമാണ്. എന്താ കട്ടി? ദൈവം നമ്മെ സ്നേഹിച്ചില്ലേ? ആ സ്നേഹം നിമിത്തമല്ലേ നമ്മൾ കൃപയിലേക്ക് വന്നത്. ശരിയാണെന്നേ, ദൈവം നമ്മെ സ്നേഹിച്ചതുകൊണ്ടാണ് നമ്മൾ കൃപയിലേക്ക് വന്നത്. എന്നാൽ ഒരു കാര്യം ഓർക്കുക, ദൈവം എന്നെ സ്നേഹിക്കാൻ തക്കവണ്ണം ഞാൻ അവന്റെ ഹിതം അന്വേഷിക്കുന്നവനാണോ?
ഒന്ന് തിരിച്ചു വന്നേ. എന്റെ ദൈവം കഴിഞ്ഞ നാളുകളെക്കാൾ ഉപരിയായി എന്നെ സ്നേഹിക്കത്തക്കവണ്ണം ഞാൻ അവനോട് പറ്റിയിരിക്കും. ഞാൻ അവനെ സ്നേഹിക്കും. അവന്റെ ഹിതമെല്ലാം നിറവേറ്റും. അവൻ എന്റെ ഹിതമെല്ലാം നിറവേറ്റുമെങ്കിൽ, ദാവീദിനെ ദൈവം സ്നേഹിച്ചുവെങ്കിൽ, സ്തോത്രം, നമ്മൾ ദൈവഹിതത്തിലേക്കൊന്ന് നയിക്കപ്പെട്ട് ദൈവഹിതത്തിനായി സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്താൽ നാം അനുഗ്രഹിക്കപ്പെടും. അപ്പൊ ദൈവം അനുഗ്രഹിക്കാനുള്ള വ്യവസ്ഥ, അവൻ നിന്നെ സ്നേഹിച്ച് നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. 3, 4-ാമത്തത് സങ്കീർത്തനം 24-ാമത്തെ സങ്കീർത്തനം 4-5 വാക്യങ്ങൾ. വെടുപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ, വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ, അവൻ യഹോവയുടെ അനുഗ്രഹവും തന്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ. അപ്പൊ പറയാണ്, യഹോവയുടെ അനുഗ്രഹം പ്രാപിച്ച ഒരു തലമുറ ഉണ്ടെങ്കിൽ ആ തലമുറയുടെ പ്രത്യേകത പറയാ, വെടുപ്പുള്ള കയ്യ്, നിർമ്മല ഹൃദയം, വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെ കള്ളസത്യം ചെയ്യാതിരിക്കുവാൻ. പൊതുവെ പറഞ്ഞാൽ അസത്യം നമ്മിൽ നിന്ന് ഒഴിവാക്കിയാൽ മതി. നുണ പറയാതിരിക്കാൻ കഴിഞ്ഞാൽ. നമ്മെക്കുറിച്ച് മറ്റുള്ളവർ പറയും, അവൻ നുണ പറയില്ല, അവൻ പറയുന്നതൊക്കെ സത്യം എന്ന് പറയത്തക്കവണ്ണം നമ്മിൽ സത്യം നിലനിൽക്കുന്ന ഒരു ആത്മീയ അനുഭവത്തിലേക്ക് വന്നാൽ ആ തലമുറയെ അനുഗ്രഹിക്കാൻ ദൈവം വിശ്വസന. അങ്ങനെയെങ്കിൽ എല്ലാ വ്യാജഭാവവും നമ്മിൽ നിന്ന് നീങ്ങി മാറിയാൽ തീർച്ചയായും നാം അനുഗ്രഹിക്കപ്പെടും. 5-ാമത്തെ വ്യവസ്ഥ പറയാം, ബാക്കിയുള്ളത് മറ്റൊരു അവസരത്തിൽ ചിന്തിക്കാനായിട്ട് കഴിയും. 5-ാമത്തെ വ്യവസ്ഥ യോശുവയുടെ പുസ്തകം 15-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം. അവിടെ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്, എനിക്ക് ഒരു അനുഗ്രഹം തരയണം എന്ന് പറഞ്ഞാൽ എന്താ വ്യവസ്ഥ? പ്രാർത്ഥിക്കണം, ചോദിച്ചാൽ അനുഗ്രഹിക്കും. അപ്പൊ അനുഗ്രഹം ലഭിക്കാനുള്ള 5-ാമത്തെ വ്യവസ്ഥ മറ്റൊന്നുമല്ല, നമ്മൾ പ്രാർത്ഥിക്കാതെ അനുഗ്രഹം ലഭിക്കില്ല. എന്താ കാരണം? അക്ഷ വന്ന് ചോദിക്കുക, എനിക്ക് ഒത്നിയലിനെ തന്നു, ശരിയാ, അവനെ അയച്ചു, തെക്കേ ദേശത്തേക്ക് എന്നെ പറഞ്ഞു വിട്ടത്, അവിടെ എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അനുഗ്രഹം വേണം. അത് നീ ചോദിക്കണം, അപ്പനോട് ചോദിച്ചാൽ അനുഗ്രഹം തരുന്ന ദൈവമാ. നമ്മുടെ അപ്പൻ ചോദിച്ചാൽ അനുഗ്രഹിക്കുന്ന ദൈവമാ. ഒരനുഗ്രഹം ചോദിച്ചാൽ ഒന്നിലേറെ അനുഗ്രഹം തരാൻ പോകുക. നിനക്ക് ഏതൊക്കെ മേഖലയിൽ അനുഗ്രഹം വേണോ, മുകളിൽ നിന്നുള്ള അനുഗ്രഹം വേണോ, കീഴിൽ നിന്നുള്ള അനുഗ്രഹം വേണോ, ഉയരത്തിൽ വേണോ, താഴ്ചയിൽ വേണോ, ഏതൊക്കെ അനുഗ്രഹമാണോ വേണ്ടത് അതെല്ലാം നൽകാൻ തയ്യാറാ. പക്ഷെ വ്യവസ്ഥ എന്താ? നീ പ്രാർത്ഥിക്കണം. ശരിയാണോ? ഞാൻ ഉദാഹരണം പറയാം, 2-ാമത്തെ ഉദാഹരണം പറയാം. യാക്കോബ് പറയുന്നത്, പ്രതിസന്ധി വന്ന സമയത്ത് പിന്നിൽ നിന്ന് ലാബാൻ, മുന്നിൽ നിന്ന് ഏശാവ്, പ്രതിബന്ധം ഒക്കെ വന്നപ്പോ യാക്കോബ് പറയുന്നത്, എനിക്ക് വേറൊന്നും വേണ്ട, ലാബാനെ കൊല്ലണം, ഏശാവിനെ അടിക്കണം എന്നൊന്നുമല്ല പ്രാർത്ഥിച്ചത്. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. എത്ര പ്രതിബന്ധം മുന്നിലും പിന്നിലും ഉണ്ടെങ്കിലും ഒറ്റ ഒരു കാര്യം മതി, എന്നെ അനുഗ്രഹിക്കണം. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അനുഗ്രഹത്തിന് വേണ്ടിയുള്ള യാചനയാണ് വിജയമായി മാറുന്നത്. അനുഗ്രഹത്തിന് വേണ്ടിയുള്ള യാചന. ദൈവമക്കളെ, പ്രാർത്ഥിക്കാതെ ലഭിക്കില്ല. അപ്പോ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന്റെ ലക്ഷ്യം മനസ്സിലായോ? ഈ പ്രാർത്ഥനയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ദൈവം അനുഗ്രഹിക്കും. അനുഗ്രഹിക്കാതെ കർത്താവേ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ വഴിയില്ല. അടുത്ത ചില നിമിഷങ്ങൾ നമ്മൾ പ്രാർത്ഥനയ്ക്കായി മാറുമ്പോൾ, കർത്തദാസൻ നമ്മെ പ്രാർത്ഥനയിൽ ലീഡ് ചെയ്യുന്ന സമയത്ത്, ഹല്ലേലൂയ, മറക്കണ്ട, നാം ഒരു അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മളെ അനുഗ്രഹിക്കാതെ അവൻ പോകുകയില്ല. ഈ തിരുസാന്നിധ്യം നമ്മളെ വിട്ടുമാറുകയില്ല. നമ്മെ അനുഗ്രഹിക്കുമെന്ന് പൂർണ്ണമായി ഉറക്കണം. 1 ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായം 10-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, എബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർവിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടിയിരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിന്റെ ദൈവം അവന് നൽകി. അവൻ അപേക്ഷിച്ചു, അപേക്ഷത്തിന് കൊടുത്തു. എന്താ എബേസ് അപേക്ഷിച്ചത്? എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം കർത്താവെ, ഡെഫിനറ്റ് ആയിട്ട് എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. വേറെ മാർഗമില്ല കർത്താവെ. ഇന്ന് തിരിച്ചറിയുക, കർത്താവെ എനിക്ക് മറ്റൊന്നും വേണ്ട, എന്നെ ഒന്ന് അനുഗ്രഹിക്കണം കർത്താവെ, എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. എന്റെ കുടുംബത്തെ ഒന്ന് അനുഗ്രഹിക്കണം, എന്റെ തലമുറയെ ഒന്ന് അനുഗ്രഹിക്കണം കർത്താവെ. അനുഗ്രഹത്തിന്റെ 3 ലെവലും എനിക്ക് ആവശ്യമാണ് കർത്താവെ. അനുഗ്രഹത്തിന്റെ 3 ലെവലും ഒന്നുകൂടെ ആവശ്യമാണ്. 2-ാമതൊരു അനുഗ്രഹം കഴിഞ്ഞ നാളുകളിൽ അനുഗ്രഹിച്ച പോരാ കർത്താവെ, എന്നെ ഒന്നുകൂടെ അനുഗ്രഹിക്കണം, എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. എബേസ് പ്രാർത്ഥിച്ചതുപോലെ സർവശക്തനോട് ഒന്ന് അപേക്ഷിച്ചാൽ അവൻ അപേക്ഷിച്ചതൊക്കെയും ദൈവം അവന് നൽകി. ദൈവം വിശ്വസ്തനാ. എത്ര പേർ വിശ്വസിക്കുന്നു? ഇന്ന് നമ്മൾ ദൈവസന്നിധിയിൽ വെച്ച് അപേക്ഷിക്കുന്ന ഈ വിഷയത്തിന് ദൈവം മറുപടി നൽകുന്നു. നിശ്ചയമായി ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ. ഒരു പ്രാർത്ഥനയോടെ, യാചനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. സർവ്വജ്ഞനായ ദൈവം നമ്മെ